ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കണ്ണിയത്തുസ്താദ് പലപ്പോഴും യോഗത്തിന് വരാറില്ല. അന്ന് ഉപാധ്യക്ഷനായി പലപ്പോഴും യോഗത്തിന്റെ അധ്യക്ഷത പദവിയിൽ ആരാ? സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോട് തങ്ങൾ, ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആകുമ്പോ ജോയിന്റ് സെക്രട്ടറിയായി ആക്ടിംഗ് സെക്രട്ടറിയായി നിലവിലുള്ളത് ശൈഖുന കാന്തപുരം ഉസ്താദ് തന്നെ. ഒരു കാര്യം ഉറപ്പായി, ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പോയതിന്റെ ശേഷം ഉറപ്പിച്ചു പറയാം, സമസ്ത എന്ന മഹിതമായ ഈ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള നേതാവ് അത് ഉള്ളാൾ തങ്ങൾ തന്നെ, കാന്തപുരം ഉസ്താദ് തന്നെ. അതിൽ നമുക്ക് തർക്കങ്ങളില്ല. അത് ഈ സോവനീർ തന്നെ അതിന് സാക്ഷിയാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള സമയത്താണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ശൈഖുനായുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പത്രങ്ങളിലെ തമസ്ത രണ്ടായി എന്ന് കാണുന്നുണ്ടോ? ശൈഖുന അവിടുന്ന് കിടക്കുന്ന സമയത്ത് അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ, അല്ലേ? സമസ്ത ഒന്നേ ഉള്ളൂ. എ.പി.യും കുഞ്ഞിക്കോയത്തങ്ങളും ഇവിടെ വന്നിരുന്നു. ദീനിന്റെ കാര്യങ്ങൾ നടത്താൻ അവരെന്നെ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഹക്ക്. ശൈഖുനായുടെയും എ.പി.യുടെയും കുഞ്ഞിക്കോയത്തങ്ങളുടെയും പിന്നിൽ അണിനിരുന്നോ എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹി അവറുകളെ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ്. അതിന് സാക്ഷിയാണ് ഞങ്ങൾ. സമസ്ത രണ്ടായ നേരത്തെ ശൈഖുനാന്റെ ചെന്നതിലൂടെ മറന്നതാണ്. സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ. ദീനിന്റെ കാര്യം നോക്കാൻ എ.പി.നെ കുഞ്ഞിക്കോയത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും കൂടിപ്പോയി. ശൈഖുന നേരിട്ട് പറഞ്ഞ ആളുകൾ മഹാനായ ശൈഖുന സയ്യിദുന താജുൽ ഉലമ സയ്യിദ് അവർകൾ, ശൈഖുന സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് അവർകൾ, ഈ മഹാന്മാരുടെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ശൈഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, നിങ്ങൾക്കൊക്കെ അറിയാം. സമര വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദ് അവർകൾ ചെന്നപ്പം ഖുതുബുൽ ആലം പറഞ്ഞത്, അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ശൈഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ. ശൈഖുന പറഞ്ഞത്, ദീനിന്റെ കാര്യം നോക്കാൻ എ.പി.നെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ശൈഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. എടങ്ങൊന്ന് കയറി പറ്റട്ടേന്ന്, ഒരിക്കൽ ജീവിച്ചോണ്ടേ. നിങ്ങൾ എ.പി.ക്കാർക്കും വേണ്ട, ഇ.കെക്കാർക്കും വേണ്ട, സമസ്തക്കാർക്കും വേണ്ട, പണക്കാട്ടുകാർക്കും വേണ്ട, ഇവര് എടങ്ങൊന്ന് കയറി പറ്റട്ടെ. ഒരിക്കലും മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അതിന് അത്ര കണ്ടാ മതി. അപ്പൊ ഇനിയും ഭാരതാംബയുടെ പ്രസംഗങ്ങൾ നിരന്തരം നടത്തുക, മോഡിജിയുടെ പ്രസംഗങ്ങളും നിരന്തരം നടത്തുക. മോഡിജിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ RSS നേതാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രസംഗത്തിൽ ഊന്നി പറയുക. അപ്പൊ നല്ല ക്ലച്ച് കിട്ടും കേരളത്തിൽ. ഓക്കെ, കുരുവട്ടൂരികളുടെ പുതിയ പ്രസംഗം ഭാരതാംബക്ക് വേണ്ടിയും മോഡിജിക്ക് വേണ്ടിയൊക്കെയുള്ള പ്രസംഗം അതിഗംഭീര പ്രസംഗമായിരുന്നു. എല്ലാരും അവരെ കുറ്റപ്പെടുത്താണ്. നിങ്ങൾ അവരെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ? ആരെങ്കിലും ഒരു സീറ്റ് കൊടുക്കണ്ടേ എവിടെയൊന്ന് കയറി ഇരിക്കാൻ വേണ്ടി? പണ്ട് കുറെ പേരോട് പെൺമുള പേരോട് ഇത് കുറെ ഡിക്ലറേറ്റ് നോക്കി. അങ്ങനെയെങ്കിലും എ.പി. ഗ്രൂപ്പിലൊന്ന് അള്ളിപ്പിടിച്ച് കയറാന്നായിരുന്നു ഉദ്ദേശം. നടന്നില്ല. പിന്നെ ഒരു മസലത്ത് ഞാൻ ചെറിയൊരു ബാക്കപ്പ് ചെയ്യാണ്, ഓർമ്മയില്ലാത്ത ആളുകൾക്ക് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി.
പിന്നെ ഒരു ചെറിയ മസ്ലഹത്ത് ചർച്ചയൊക്കെ വന്ന് AP ഗ്രൂപ്പിൽ കയറാൻ പറ്റും എന്നുള്ള ഒരു രൂപത്തിലായപ്പോ അതിന്റെ ഇടയിലായിരുന്നു പിന്നെ മലപ്പുറം ജില്ലയിൽ കായക്കൊടിയായിട്ടുള്ള സംവാദം വന്നത്. അപ്പോ അവിടെ പറഞ്ഞ് പൊന്മള ഉസ്താദിന്റെ ചെരുപ്പിന്റെ അടിയിലുള്ള ചേറാവാനുള്ള യോഗ്യത നമുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ പൊന്മള ഉസ്താദ് വലിയ മഹാനായി. അപ്പോ അതും കഴിഞ്ഞ് അത് നടന്നില്ല. ആ ചർച്ച പരാജയം, ആ ഉച്ചകോടി പരാജയം. അപ്പൊ പിന്നെയും വീണ്ടും പൊന്മള പേരോട് പ്രശ്നക്കാരായി AP സുൽത്താനുൽ ഉലമയായി. അങ്ങനെ കുറെ കാലം വണ്ടി ഓട്ടി. അവസാനം ഒരു രക്ഷയില്ലാന്ന് കണ്ടു. അവസാനം AP ഒക്കെ മുസ്ലിയാരും മോശക്കാരനായി. മൂപ്പര് ഫാസിഖായി, മുബത്തദിയായി, എല്ലാം ആയി. അതുകൊണ്ട് മൂപ്പര് കൊണ്ടാണ് ഇത്രയും നാള് ഈ കേരളത്തിൽ മൂപ്പരെ കയ്യിൽ വെച്ച് സൂക്ഷിച്ചു കൊണ്ടിരുന്ന ആ മുടികൾക്ക് വേണ്ടി ഏറ്റവും ഒച്ചയും ബഹളവും ഉണ്ടാക്കിയ ആളുകൾ ആ മുടി അത് വിശ്വസിക്കാൻ പറ്റൂലെന്നും പറഞ്ഞു. അത് തീർന്നു. പിന്നെ ഇവര് ഹമീദ് വൈസിയുടെ വോയിസ് വാട്സപ്പിലൂടെ പുറത്തു വന്നിരുന്നു. അവര് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളാണ് ഈ കുരുവട്ടൂരികൾ എന്നുള്ള രീതിയിൽ. അപ്പോ ഷജറ വിഭാഗം എന്ന് പറയുന്നതിന്റെ നേതാവാണ് ഹമീദ് വൈസി. അപ്പൊ ഷജറകളിടയിലും നിലനിൽപ്പില്ലാതായി. പിന്നെ നിലനിൽപ്പിന് വേണ്ടി എടുത്തേക്കോടി പാണക്കാടെ സംബന്ധിച്ചിടത്തോളം ഏത് പിന്നെ അണ്ടനും അടകോടനും അവിടെ പോയാൽ ഒരു സെൽഫി എടുക്കാം. അപ്പോ അവിടെ പോയാൽ ആരും പാണക്കാട് തങ്ങൾ അടുത്ത് പോയാൽ ആർക്കും മൂപ്പർക്ക് അങ്ങനെ ഇതൊന്നുമില്ല. മൂപ്പർക്ക് സിനിമ നടൻ കുരുവട്ടൂരി ഒന്നുമില്ല. ആര് പോയാലും മൂപ്പർക്ക് സെൽഫിക്ക് ഒന്ന് കൊടുക്കും. അങ്ങനെ ആടുന്ന് 2 സെൽഫി എടുത്ത് ഇങ്ങനെ ഞെളിയുന്ന സമയത്തായിരുന്നു പാണക്കാട്ടെ മുഫ്തി എന്ന പേരില് പിന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം ആ രീതിയിൽ കണക്കാക്കുന്ന ഹസൻ സഖാഫി പൂക്കോട്ടൂര് പറയുന്നത് അത് അവര് ക്ഷണിക്കാതെ കയറി വന്ന നമ്മളെന്ത് ചെയ്യാനാ, നമ്മള് മൊയ്ലുദിനൊന്നും ക്ഷണിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് പിടുത്തം വിട്ടു. ഇവരെ ആ ഫോട്ടോ കാണിച്ചിട്ട് തന്നെ പാണക്കാട്ട് നമ്മുടെ സ്വന്തം ആൾക്കാരാന്ന് പറഞ്ഞത്. അപ്പൊ വിളിക്കാതെ കയറി വന്നെയാണെന്ന് ഹസൻ സഖാഫി, അടുത്ത സ്വന്തം പാണക്കാട്ടുകാരുടെ സ്വന്തം ഹസൻ സഖാഫി പൂക്കോട്ടൂര് പറഞ്ഞതിനോടുകൂടി അവിടെയും പിടുത്തം വിട്ടു. പിന്നെ ഇവർക്കിടെ കയറി നിൽക്കണ്ടേ. അപ്പോ ആണ് നമുക്ക് എന്ത് നമ്മളെ ഭാരതാംബയെ ഓർമ്മ വന്നു. ഉടനെ മോഡിജിക്ക് 2 മധുവും അവര് ഹാപ്പി ബർത്ത്ഡേ കൂടി പറയായിരുന്നു. മോഡിജിയുടെ ഹാപ്പി ബർത്ത്ഡേ 2 ദിവസം മുമ്പായിരുന്നല്ലേ കഴിഞ്ഞ. അതുകൂടി കഴിഞ്ഞാൽ മറ്റേ സംഘികൾക്ക് നല്ല സന്തോഷമായിരുന്നു. പിന്നെ ഒരു ഗുണമുണ്ട് സംഘികളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ മഹ്റജ് ഒപ്പിച്ച് പറയാൻ അറിയാത്ത ഔലക്കുട്ടി AP ഔലക്കുട്ടിയാണ് എന്തെന്ന് അവരെ മുസ്ലിം സാന്നിധ്യം എന്ന് പറയുന്നത്. അത്യാവശ്യം പിന്നെ അക്ഷരങ്ങൾ മൊഴിയാനും കിതാബ് നോക്കി വായിക്കാനൊക്കെ പറ്റുന്ന ഒരു 2-3 എണ്ണത്തെ മാപ്പിളാരെ കൂട്ടത്തും തലകെട്ടുകാരെ കിട്ടിയാൽ അതാ സൂഫി ധാര. യഥാർത്ഥ സൂഫികളായിട്ട് ഇവർക്ക് ബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സൂഫികളെ നമുക്ക് കിട്ടിയെന്ന് RSSകാർക്കും ഈ പറയുന്ന BJPക്കാർക്കും പറയാനൊരു അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവസാനം ഈ കുരുവട്ടൂരുകള് കാലെടുത്ത് വെച്ചാൽ ഈ ഉദ്യമം സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് എന്നോട് വിട്ടുവരുന്നു പറയാം. അപ്പൊ സംഘടന ഉള്ളവരും ഇല്ലാത്തവരുമായ ആളുകള് എന്തെങ്കിലും ഇവരിലൊരു നന്മ ഉണ്ടാവും, ഒരു പക്ഷെ അയാളൊരു സ്വാലിഹ ഒക്കെ ആകുമെന്ന് ധരിച്ചു പോയിരുന്നു. അപ്പോഴാണ് ഗ്ലോബൽ വില്ലേജില് ഈ കുരുവട്ടൂർ ചേക്ക് സ്വന്തം കെട്ടിയോളെ ഔറത്തും തുറന്നിട്ടിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലിയെല്ലാം ഇടുന്ന തൊപ്പി ഒട്ടിച്ച്, ക്രിക്കറ്റിന്റെ തൊപ്പി ഒട്ടിച്ച് നടന്നു പോന്നേ കുഴപ്പമായിട്ടല്ല പറയുന്നത്. അപ്പോ ഒരു മുറുവത്തുണ്ടല്ലോ, ഒരു പണ്ഡിതൻ ഉണ്ടല്ലോ, അത് ഫിഖീന്റെ കിതാബിലടക്കം കാണാം. ആലിമീങ്ങള് സാധാരണക്കാര് നടക്കുന്ന കോലത്തിൽ നടക്കരുതൊന്നും, സാധാരണക്കാര് ആലിമീങ്ങൾ നടക്കുന്ന കോലത്തിൽ നടക്കരുതൊന്നും. അപ്പോ ഒരു പണ്ഡിതൻ, ഇവര് കേവലം പണ്ഡിതനല്ലല്ലോ, ലോകം നിയന്ത്രിക്കുന്ന മശായിഖ് ഈ കോലത്തിലൊക്കെ ഗ്ലോബൽ വില്ലേജിലൊക്കെ തെണ്ടി നടന്നാ പിന്നെ എന്താ ചെയ്യാൻ? അത് നടന്നത് മാത്രമല്ല, അതിന് പിന്നെ എന്തെങ്കിലും ഒരു വജഹ് പറയായിരുന്നു. സ്വന്തം കെട്ടിയോളെ പിന്നെ തദ്ബീർ ചെയ്യാൻ കഴിയുന്നില്ല. സ്വന്തം കെട്ടിയോളെ ഔറത്ത് മുഖവും പിന്നെ തുറന്നിട്ട് നടന്നു. അപ്പോ സംഖ്യകൾക്ക് നല്ല സന്തോഷാവും. കാരണം മുഖം മറക്കല് അത് താലിബാനിസാന്ന് ഇവര് കാച്ചിക്കളഞ്ഞു ഷേക്കിന് വേണ്ടിയിട്ട് പറഞ്ഞല്ലോ. മുഖം മറക്കുക എന്നുള്ളത്, എപ്പോഴും മുഖം മറക്കുക എന്നുള്ളത് താലിബാനിസമാണ് എന്നുള്ളത് അന്യപുരുഷന്മാരുടെ മുമ്പിലെ. അപ്പൊ ഷേക്കിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രസംഗിച്ചാണ്. അപ്പൊ ഏതായാലും RSSകാർക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഇവര് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ താലിബാനിസത്തിനെതിരെ കേരളത്തിൽ സംസാരിക്കുന്ന ഒരു 3 അടുപ്പും കല്ല് സംഘികളുടെ ഇടയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പെരുത്ത് സന്തോഷാവുമല്ലോ. അതുകൊണ്ട് ഈ ഭാരതാംബയുടെ ഈ പ്രസംഗത്തെ പറ്റി നിങ്ങൾ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല.
എവിടെങ്കിലും കയറി നിൽക്കാൻ ഒരു ഷെൽട്ടർ ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഒരു അഭയം അവർ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ ഈ കോമ്പിനേഷൻ നല്ല ചേർച്ച ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. RSSകാർക്ക് സംഘികൾക്ക് കുരുവട്ടൂരികളും കുരുവട്ടൂരികൾക്ക് സംഘികളും ഇവര് രണ്ടും തമ്മിൽ നല്ല ചേർച്ച ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. എവിടെങ്കിലും കയറി പറ്റട്ടേന്ന്, അവർക്ക് ജീവിച്ചോണ്ടേ. നിങ്ങൾ എപ്പിക്കാർക്കും വേണ്ട, ഇക്കക്കാർക്കും വേണ്ട, സമസ്തക്കാർക്കും വേണ്ട, പണക്കാട്ടുകാർക്കും വേണ്ട, ഇവര് എവിടെങ്കിലും കയറി പറ്റട്ടെ. ഒരിക്കും മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇല്ലേ? അപ്പൊ അതിന് അത്ര കണ്ടാ മതി. അപ്പൊ ഇനിയും ഭാരതാംബയുടെ പ്രശ്നങ്ങൾ നിരന്തരം നടത്തുക, മോഡിജിയുടെ പ്രശ്നങ്ങളും നിരന്തരം നടത്തുക. മോഡിജിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ RSS നേതാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രസംഗത്തിൽ ഊന്നിപ്പറയുക. അപ്പൊ നല്ല ക്ലച്ച് കിട്ടും കേരളത്തിൽ. ഓക്കെ. ബാബരി മസ്ജിദിന്റെ തർക്കം ബാബരി ഭൂമിയുടെ തർക്കമല്ല. മസ്ജിദ് നൂറ്റാണ്ടുകളായി മുസ്ലിംകൾ ആരാധിക്കുകയും ഇബാദത്ത് നൽകുകയും ബഹുമാനിക്കുകയും ചെയ്തു വന്ന പള്ളി, മസ്ജിദ്, അത് പൊളിച്ചു കളഞ്ഞു. രാമക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പൊളിച്ചു കളഞ്ഞു. അത് ശരിയല്ല, ഒരിക്കലും അത് രാമക്ഷേത്രമല്ല എന്നും അത് മസ്ജിദ് തന്നെ ആയിരുന്നു, ഇപ്പോഴും മസ്ജിദിന്റെ വിധിയാണ് അതിനുള്ളത് എന്നാണ് കേസ്. ആ കേസ് പോലും ചിന്തിക്കാതെ വെറും ഭൂമി തർക്കമാക്കി ലഘൂകരിക്കുന്ന ജഡ്ജിമാരും ഇപ്പോൾ ഉണ്ട്. ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം. അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം, അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല.